ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ലെങ്ത് ഓഫ് ദി എഡ്ജ് ഓഫ് യൂണിറ്റ് സെൽ ആസ് വെൽ ആസ് ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ എഡ്ജസ്. ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എക്സ് വൈ സെഡിലേക്ക് നമ്മുടെ യൂണിറ്റ് സെല്ലിനെ മാറ്റുക. എഡ്ജസ് ഇത് നമ്മുടെ യൂണിറ്റ് സെല്ലില്ലേ, അതായത് 1 1 1 അതാണ് യൂണിറ്റ് സെല്ലെന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എക്സ് വൈ സെഡ് പ്ലെയിനിൽ വെക്കുക. അപ്പോൾ എക്സിൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത് വൈയിൽ സെഡ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ എല്ലാത്തിൻ്റെ ഈക്വലാണ്. എ ഈക്വൽസ് ബി ഈക്വൽസ് സി ആണ് യൂണിറ്റ് സെൽ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ മൂന്നും കൂടി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് ഇതും ലാറ്റിസ് പാരാമീറ്ററിൽ പെട്ടതാണ്. ഈ എ ബി സി അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾ എടുക്കുന്നതും ലാറ്റിസ് പാരാമീറ്ററിൻ്റെ ഒരു പോയിൻ്റാണ്. പിന്നെ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ എക്സും വൈയും, അതായത് എ ആൽഫയും ബീറ്റയും ഉണ്ടാക്കുന്ന ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ്, സി ഗാമ, ഗ്രീക്ക് വേർഡാണെങ്കിൽ ഗാമ. ഓക്കെ, അതേപോലെ തന്നെ എക്കും സിയും ഉണ്ടാക്കുന്ന ആംഗിൾ ഓപ്പോസിറ്റ് ബി ആണ്, ബിയുടെ ഓപ്പോസിറ്റ് അപ്പോൾ ബീറ്റ. അപ്പോൾ സിയും ബിയും ഓപ്പോസിറ്റ് ഉണ്ടാക്കുന്നത് ആൽഫ. ഈ ക്രിസ്റ്റൽ സിസ്റ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ബേസ്ഡ് ഓൺ ദി ജോമെട്രിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ദി ക്രിസ്റ്റൽ സിസ്റ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോമെട്രിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് യൂണിറ്റ് സെല്ലിൻ്റെ. അതിൻ്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ നടത്തണം. അതിൻ്റെ എക്സാമ്പിളാണ് ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, മെക്സഗണൽ, ടെട്രാഗണൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഇനി അതിൻ്റെ ആംഗിൾസ്, ക്രിസ്റ്റൽ സിസ്റ്റം അതിൻ്റെ എയും ബിയും ഈക്വലാണ്. ക്യൂബിക് ആകുമ്പോൾ അതിൻ്റെ ആംഗിൾസും സെയിം ആണ്. എക്സഗണലാകുമ്പോൾ എയും ബിയും ഈക്വലാണ്, സി നോട്ട് ഈക്വൽ. അതേപോലെ തന്നെ എയും ബിയും ആൽഫയും ബീറ്റയും 90 ഡിഗ്രി, വൈ ഗാമ 120 ഡിഗ്രി. ടെട്രാഗണലാകുമ്പോൾ എയും ബിയും ഈക്വൽ, സി നോട്ട് ഈക്വൽ, ബാക്കി ആംഗിൾ സെയിം. ട്രയഗണലാകുമ്പോൾ എയും ബിയും സിയും ഈക്വൽ, പക്ഷേ ആൽഫയും ബീറ്റയും ഈക്വൽ, ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ഓർത്തോറോംബിക് ആകുമ്പോൾ എയും ബിയും സിയും ഈക്വൽ അല്ല, അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഈക്വൽ അല്ല, ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ആണ്, 90 ഡിഗ്രിയാണ്. മോണോക്ലോണിക് ആകുമ്പോൾ എയും ബിയും സിയും, അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഈക്വൽ അല്ല, ആൽഫയും ഗാമയും ഈക്വൽ ആണ്, 90 ഡിഗ്രിയാണ്, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. ട്രൈക്ലിനിക് ആകുമ്പോൾ ആൽഫ ബീറ്റ ഗാമ എ ബി സി നോട്ട് ഈക്വൽ ആണ്, അതേപോലെ ആൽഫ ബീറ്റ ഗാമ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ബ്രാവിസ് ലാറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ്. എങ്ങനെയൊക്കെയാണ് യൂണിറ്റ് സെല്ലിൽ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ യൂണിറ്റ് സെല്ലിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള പോസിബിളായിട്ടുള്ള രീതികളെ പഠിക്കുന്നതാണ് ഈ ബ്രേവിസ് ലാറ്റിസ്. ക്യൂബിക്ക്, അതിൻ്റെ ലാറ്റിസ് ക്യൂബിക്കാണ്. പിന്നെ സിമ്പിൾ പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ സിമ്പിൾ, ബോഡി സെൻറ്റേഡ്, ഫേസ് സെൻറ്റേഡ് ആവും. അതിൻ്റെ ലെങ്ത്ത് നേരത്തെ പഠിച്ച പോലെ ഈക്വലാണ്. എക്സാമ്പിളും ഒന്ന് നോക്കുക. പിന്നെ ടെട്രാഗണലാകുമ്പോൾ സിമ്പിളും വരാം, ബോഡി സെൻറ്റേഡും വരാം. അടുത്തതിൽ ബോഡി സെൻറ്റേഡും, ഓർത്തോറോംബിക്കിൽ പ്രിമിറ്റീവ് സിമ്പിളും ബോഡി സെൻറ്റേഡും ഫേസ് സെൻറ്റേഡും വരാം, പിന്നെ എൻഡ് സെൻറ്റേഡും വരാം. ഹെക്സഗണലാകുമ്പോൾ സിമ്പിൾ മാത്രമേ വരുള്ളൂ. റോംബോഹെഡ്രലാകുമ്പോൾ സിമ്പിൾ, മോണോക്ലോണിക് ആകുമ്പോൾ സിമ്പിൾ, പിന്നെ ട്രൈക്ലിനിക് ആകുമ്പോഴും സിമ്പിൾ. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇത് അത്ര എക്സാമിന് ചോദിക്കുന്ന അറിയില്ല കറക്റ്റായിട്ട്. ഈ കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന് ചുറ്റുമുള്ള ആറ്റംസിന്, സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള നമ്പർ, ആറ്റത്തിൻ്റെ നമ്പറിനെയാണ് കോർഡിനേഷൻ നമ്പർ എന്ന് പറയാം. ക്രിസ്റ്റൽ സ്ട്രക്ചർ മേ ബി സെൻട്രൽ ക്രിസ്റ്റൽ സ്ട്രക്ചർ മേ ബി either മെറ്റാലിക് ഓർ അയോണിക് കോംപ്ലക്സ്.